കാര്യം ചില ആളുകൾ ചോദിക്കും, അത് നന്നാകാൻ എന്താ വഴി? ഞാൻ പറഞ്ഞൊരു വഴി, ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ നന്നാകേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം. ഈ ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കുക. 1, വുളൂ ചെയ്യുക. 2, സൂക്ഷ്മതയോട് ചെയ്യുക. 3, വുളൂഇൻ്റെ ശേഷമുള്ള ദുആ ചെയ്യുക. 4, വുളൂഇൻ്റെ സുന്നത്തെ 2 റക്അത്ത് നിസ്കരിച്ച് റബ്ബിനോട് ദുആ ചെയ്യുക. ബസ്, ഈ വ്യക്തി നന്നായിരിക്കും, ക്രമേണ നന്നാവും, ആ നാട്ടിലേറ്റവും സ്വാലിയാവും. എന്തൊക്കെ പറഞ്ഞ് പറയാം. 1, വുളൂ ചെയ്യുക. 2, വെള്ളം കുറച്ചും സൂക്ഷ്മതയോടെയും വുളൂ ചെയ്യുക. മനസ്സിലായി? 3, വുളൂഇൻ്റെ ശേഷമുള്ള ദുആ ദായിമാക്കുക. 4, വുളൂഇൻ്റെ ശേഷം 2 റക്അത്ത് വുളൂഇൻ്റെ സുന്നത്തായ 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യുക. ബസ്, എന്താ ദുആ ചെയ്യുന്നത്? റബ്ബേ ചിന്ന നന്നാക്കണം. ബസ്, അത്ര പറഞ്ഞ ഒന്നും റബ്ബേ ചിന്ന നന്നാക്കണം. ബസ് ഇനിയൊന്നും പറയണ്ട, രക്ഷപ്പെടും. ഒന്നും വേണ്ട, രക്ഷപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ നന്നാവണോനെ അത് ചെയ്യുള്ളൂ. നന്നാവാത്തൊരാൾക്കത് ചെയ്യാൻ കഴിയില്ല. ഒരു ഊക്കും ചെയ്താൽ പോരല്ലോ, എന്നും ചെയ്യണ്ടേ. ചിലർക്ക് പൂതിയുണ്ട് നന്നാകാൻ. ചിലർ ചോദിക്കും, ഉസ്താദേ എങ്ങനെ നന്നാകുക? ഇതന്നെ നന്നാകല്, ഇത് ചെയ്തു നോക്കാം. എല്ലാ ദിവസവും അപ്പം എത്ര നിസ്കാരമ വരും, എത്ര ദുആ വരും. അവിടെ നിൻ്റെ മുഖത്ത് കയ്യിലും വരുന്ന വെള്ളം നിൻ്റെ ഹൃദയത്തിലാണ് വരുന്നത്. നന്നാവും, ഉറപ്പാന്നാവും, നന്നാവും. ഇതൊക്കെ ചെയ്ത് കാണിച്ച ഒരാൾ ഉണ്ടല്ലോ. ഒരു ദിവസം സയ്യിദ്നാ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ഹബീബാ നബി ചോദിക്കുക, ബിലാലെ അമൽതഹു ഫിൽ ഇസ്ലാം, മുസ്ലിമായിട്ട് എന്താ പ്രത്യേകിച്ചൊരു അമൽ ചെയ്തത്? ഇന്നലെ പഠിച്ചോൻ എന്നെ സ്വർഗം കാണിച്ചെന്നു, സ്വർഗത്തിൽ ജിന്റെ മുന്നിൽ. നിന്റെ ചെരുപ്പിന്റെ ബാറിന്റെ ശബ്ദം ഞാൻ കേൾക്കണോ, അത്ര ദൂര. മനസ്സിലായില്ല? സുള പറയാണ്, നീ എന്ത് അമലാണ് പ്രത്യേകിച്ച് അമൽ ചെയ്യുന്നത് മുസ്ലിമായതിനു ശേഷം? ബിലാലെ, ഇന്നലെ അള്ളാഹു രാത്രി എനിക്ക് സ്വർഗം കാണിച്ചെന്നപ്പോൾ നീ സബഖ്തനി ഫിൽ ജന്ന. ബിലാലെ, നിങ്ങൾ എത്രയോ മുന്നിലാണ്, കാലിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ പ്രത്യേകം ഇല്ല, എന്നെ ഇതാ ഹദസ്തു അതവല്ലാഹു, അശുദ്ധി വന്ന ഉടനെ കൊടുക്കും. ഉസല്ലി റക്അത്തൈനി, ഞാൻ 2 റക്അത്ത് അതന്നെ.